നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വധിച്ചതിന് തൊട്ടു പിന്നാലെ രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇറാൻ തൊടുക്കുന്നത്. ആക്രമണം പലപ്പോഴും സഹജീവികളോട് എന്ന തലത്തിൽ ഇറാൻ ഭ്രാന്ത് പിടിച്ച് പ്രത്യാക്രമണം നടത്തുന്ന കാഴ്ച. ദുബായ്, അബുദാബി വിമാനത്താവളങ്ങൾക്ക് നേരെ അർദ്ധരാത്രിയോടെ നടന്ന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. 11 പേർക്കാണ് പരിക്കേറ്റത്. അബുദാബി സയ്യിദ് രാജ്യാന്തര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം തൊടുത്തത്. UAE ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത് 137 മിസൈലുകൾ. ഇതിൽ 132 എണ്ണവും തകർത്തുവെന്ന് UAE വ്യക്തമാക്കി. 209 ഡ്രോണുകളിൽ 195 എണ്ണവും വ്യോമപ്രതിരോധ സേന തകർത്തുവെന്നാണ് UAE വ്യക്തമാക്കുന്നത്. ശേഷിച്ചവ കടലിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലും പതിച്ചു. ഇവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിൽ ചിതറി വീണു. രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള ഇറാന്റെ കടന്നുകയറ്റം ശക്തമായ ഭാഷയിൽ UAE അപലപിച്ചു. രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ഏത് തലത്തിലുള്ള തിരിച്ചടിക്കും തങ്ങൾ ഒരുക്കമാണ് എന്ന് UAE വ്യക്തമാക്കി. സംഭവത്തിൽ ആരും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. സംയമനം പാലിക്കണമെന്നാണ് UAE അധികൃതർ പറയുന്നത്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തികഞ്ഞ ജാഗ്രത പാലിക്കണം. UAEയിലും ഗൾഫ് മേഖലയിലുമുള്ള മലയാളി പ്രവാസികൾ ആശങ്കയിലാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ വ്യോമപാത താൽക്കാലികമായി അടച്ചു. രാജ്യത്ത് ഡ്രോണുകൾക്ക് വിലക്കുണ്ട്. ഗ്ലൈഡറുകൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും ഒരാഴ്ച നിരോധനം ഏർപ്പെടുത്തി. ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് UAEയിലും ബഹ്റൈനിലും കുവൈറ്റിലും ഖത്തറിലുമൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തികഞ്ഞ ആശങ്കയിലാണ് മലയാളികൾ. നാട്ടിൽ നിന്ന് തങ്ങളുടെ ഉറ്റവർക്ക് നിരവധി കോളുകൾ. തിരികെ നാട്ടിലുള്ളവരെ വിളിച്ച് പ്രവാസികൾ ആശ്വസിപ്പിക്കുന്നു. ഇവിടെല്ലാം ഭദ്രമാണ്. US വ്യോമാക്രമണത്തിന് പ്രതികാരമായി ഏറ്റവും ക്രൂരമായ ആക്രമണം തൊടുക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് തങ്ങൾ അതിമാരകമായ ആക്രമണം നടത്തും എന്ന് IRGC വ്യക്തമാക്കുന്നു. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിന്റെ പ്രതികാരമായി മിഡിൽ ഈസ്റ്റിലുടനീളം ടെഹ്റാനിൽ നിന്ന് ആക്രമണങ്ങൾ തൊടുത്തു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഒരു ചാവേർ ഡ്രോൺ അയച്ചുകൊണ്ടാണ് ഇറാൻ പ്രതികാരം തീർത്തത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു ടെർമിനലിൽ നിന്ന് യാത്രക്കാർ പരിഭ്രാന്തരായി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. 4 ജീവനക്കാർക്ക് പരിക്കേറ്റു എന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതിലെ ഒരു ടെർമിനലിൽ നിന്ന് പുക നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോകളിൽ വ്യക്തമാണ്. ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ച ടെർമിനലിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരായതിനെ തുടർന്ന് വിമാനത്താവളത്തിന്റെ ചില ഭാഗങ്ങൾ വിജനമായി കിടക്കുന്നു. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ദുബായ് വിമാനത്താവള അധികൃതർ സ്ഥിരീകരിച്ചു. എല്ലാം പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. അടിയന്തര പ്രതികരണ സംഘങ്ങളെ ഉടൻ തന്നെ വിന്യസിച്ചു. ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തുവെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക ടെർമിനലുകളിൽ നിന്നും നേരത്തെ തന്നെ യാത്രക്കാരെ ഒഴിവാക്കിയിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ജനങ്ങളെ അറിയിക്കുമെന്നാണ് ദുബായ് അധികൃതർ പറയുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ചാവേർ ഡ്രോൺ ഇടിച്ചു കയറിയെന്ന വാർത്ത ഗൾഫ് മേഖലയെ അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തിയിലാഴ്ത്തി. ഇറാനെതിരെ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് യാത്രക്കാർ യാത്ര ഒഴിവാക്കണമെന്ന് ദുബായ് അധികൃതർ അറിയിച്ചു. ദുബായ് വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നുവെന്നാണ് യാത്രക്കാരെ അറിയിച്ചത്. ദുബായ് ഇന്റർനാഷണലിലെയും അൽ മക്തൂം ഇന്റർനാഷണലിലെയും എല്ലാ വിമാനങ്ങളും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെക്കുന്നതായി അധികൃതർ പറഞ്ഞു. അബുദാബി വിമാനത്താവളത്തിലും സമാനമായ ഒരു ആക്രമണം നടന്നു. അബുദാബി വിമാനത്താവളം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ഏഷ്യൻ വംശജൻ. 7 പേർക്ക് പരിക്കേറ്റു. സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഏഷ്യൻ പൗരന്റെ മരണത്തിനും 7 പേരുടെ പരിക്കിനും കാരണമായ ഒരു സംഭവം വിവരിക്കുന്നു. UAEയിലേക്ക് മാത്രമല്ല ബഹ്റിനിലേക്കും ഖത്തറിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണങ്ങൾ നീണ്ടു. ബഹ്റിൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർ സുരക്ഷിതരായിരിക്കണമെന്ന് ബ്രിട്ടൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങളുടെ വീടുകളിൽ തന്നെ തുടരുക. എല്ലാ യാത്രകളും ഒഴിവാക്കുക. പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ഇസ്രായേൽ, കുവൈറ്റ്, ഖത്തർ, UAE, ബഹ്റിൻ, ജോർദാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ തികഞ്ഞ ആശങ്കയിലാണ്. മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി
പ്രത്യാക്രമണങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദുബായിലെ ലോകപ്രശസ്ത പഞ്ചനക്ഷത്ര ഹോട്ടലായ പാം ജുമൈറയിലേക്ക് ഒരു മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഷഹീദ് ചാവേർ ഡ്രോൺ ഇടിച്ചു കയറി ഈ ഹോട്ടലിൽ 4 പേർക്ക് പരിക്കേറ്റു. പാം ജുമൈറ ഹോട്ടൽ കത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പാം ജുമൈറ ഫെയർമോൺ ഹോട്ടലിലാണ് വലിയ തീപിടുത്തം ദൃശ്യമായത്. ദുബായിലെ മറ്റൊരു പ്രശസ്ത ഹോട്ടലാണ് ബുർജ് അൽ അറബ്. ഈ ഹോട്ടലിലും വലിയ തീപിടുത്തവും സ്ഫോടനവും ഉണ്ടായി എന്ന് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ബുർജ് അൽ അറബിലേക്ക് ഒരു ചാവേർ ഡ്രോൺ ഇടിച്ചു കയറുകയായിരുന്നു. ബഹ്റിനിലെ റെസിഡൻഷ്യൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നേരെയും ചാവേർ ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ ഖത്തർ, കുവൈറ്റ്, അബുദാബി എന്നിവിടങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തി. ദുബൈയിലെ പാം ജുമൈറ ഫെയർമോൺ ഹോട്ടലിന് നേർക്ക് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഉണ്ടായി എന്നാണ് സ്ഥിരീകരണം. ഒരു അതിവേഗ ഷാഹിദ് ഡ്രോൺ ഉപയോഗിച്ചാണ് അവിടെ സ്ഫോടനം നടത്താൻ ഇറാൻ ശ്രമിച്ചത്. ബഹ്റിനിലെ മനാമയിലുള്ള 5th ഫ്ലീറ്റ് സർവീസ് സെന്ററിൽ ടെഹ്റാൻ ആക്രമണം നടത്തി. മേഖലയിൽ ഉടനീളമുള്ള US താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇസ്രായേലിന് നേർക്ക് ഏറ്റവും ക്രൂരമായ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോൾ IRGCയുടെ മുന്നറിയിപ്പ്. മറുവശത്ത് ഗൾഫ് മേഖലയിൽ ഉടനീളം രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയെ ഇന്നലെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും നീതി നടപ്പാക്കി എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചു, നീതി നടപ്പിലാക്കി, തിന്മയുടെ അച്ചുതണ്ടിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചു. ഇറാൻ പ്രതികാരം ചെയ്യുന്നത് ഇസ്രായേലിന് നേർക്കും ഗൾഫ് മേഖലയിൽ ഉടനീളവും ആക്രമണങ്ങൾ തൊടുത്താണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി അയൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇറാൻ ആക്രമണങ്ങൾ തൊടുക്കുന്നു. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ 2 ദിവസവും വലിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ദുബായ് മേഖലയിലേക്കും വലിയ ആക്രമണങ്ങളാണ് 2ാം ദിനവും ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തു വരുന്നത്. യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരം ലക്ഷ്യമിട്ട് രൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ തൊടുത്തത്. ഏകദേശം 30 ബോംബുകൾ ഒരുമിച്ച് വർഷിച്ചു. ഇതിനെ തുടർന്ന് ഓഫീസിലുണ്ടായിരുന്ന ഖമനേയി മകളും മരുമകനും പേരക്കുട്ടിയും കൊല്ലപ്പെട്ടു. നിരവധി IRGC ഉദ്യോഗസ്ഥരും ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇറാഖിലെ സ്വയംഭരണ പ്രദേശമാണ് കുർദിസ്ഥാൻ. ഈ മേഖലയിൽ US നേതൃത്വത്തിലുള്ള സഖ്യസേന തമ്പടിക്കുന്ന എർബിൽ വിമാനത്താവളത്തിനു സമീപം വലിയ സ്ഫോടനങ്ങൾ നടന്നു. വിമാനത്താവള പ്രദേശത്ത് നിന്ന് കട്ടിയുള്ള കറുത്ത പുക ഉയരുന്നത് കണ്ടതായി AFP പത്രപ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ എർബിലിന് മുകളിലൂടെ പാഞ്ഞ നിരവധി മിസൈലുകളും സ്ഫോടക വസ്തുക്കളും അമേരിക്ക വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ആയത്തുള്ള അലി ഖമനേയി അടക്കമുള്ള നേതാക്കളെ വധിച്ചത് 30 ബോംബുകൾ തുടർച്ചയായി വർഷിച്ചുകൊണ്ട്. ഖമനേയിയും കൂട്ടാളികളെയും ഒന്നിച്ചു വധിക്കാനുള്ള സമയം നിരീക്ഷിച്ച് കണ്ടെത്തിയതിന് ശേഷമായിരുന്നു ഇസ്രയേലിന്റെ കൃത്യമായ ആക്രമണം. ഇസ്രയേൽ US സംയുക്ത ആക്രമണമാണ് നടന്നത് എന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ. ഖമനേയി എവിടെയെന്ന് കൃത്യമായി ഇന്റലിജൻസ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നിരീക്ഷിച്ചു. ഒടുവിൽ തന്റെ ഓഫീസിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം യാതൊരു പഴുതും നൽകാതെ കൃത്യതയോടെയുള്ള ആക്രമണം. ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ മിസൈലുകൾ പതിച്ച സ്ഥലങ്ങളുടെ വിവരങ്ങൾ പങ്കുവയ്ക്കരുത് എന്ന് ഇസ്രായേൽ സൈന്യം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾക്ക് സഹായകരമാകുന്ന രീതിയിൽ മിസൈലുകൾ വീണ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളോ ലൊക്കേഷനോ പങ്കുവയ്ക്കരുത്. ഔദ്യോഗികമായി പുറത്തിറങ്ങാൻ നിർദ്ദേശം ലഭിക്കുന്നതുവരെ എല്ലാവരും സുരക്ഷിതരായി ബങ്കറിൽ തുടരണം. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കാരണം യാത്രാ പദ്ധതികളിൽ വലിയ മാറ്റം വരുത്തേണ്ടി വന്നു. ഇന്ത്യയിലുള്ള എല്ലാ വിദേശ പൗരന്മാരും തങ്ങളുടെ വിസ നീട്ടുന്നതിനോ അല്ലെങ്കിൽ താമസ സൗകര്യം ക്രമീകരിക്കുന്നതിനോ സഹായം ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ കുറഞ്ഞത് 11 സ്ഫോടനങ്ങൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തു. പകരം ചോദിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഗൾഫ് മേഖലയിലുടനീളം ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ. ഇസ്ലാമിക ലോകത്തിന്റെയും ഷിയ വിശ്വാസത്തിന്റെയും ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്ന് ഇറാൻ പറയുന്നു. ഖമനേയിയുടെ രക്തം ഒരു കുതിച്ചൊഴുകുന്ന അരുവി പോലെ ഒഴുകുമെന്നും അത് അമേരിക്കൻ സയനിസ്റ്റ് അടിച്ചമർത്തലുകളെ വേരോടെ ഇല്ലാതാക്കുമെന്നും ഇറാൻ പറയുന്നു. ലോകത്തിലെ സ്വതന്ത്രരായ ജനങ്ങളുടെയും ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെയും പിന്തുണയോടെ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അതിന് ഉത്തരവിട്ടവരെയും കൊണ്ട് പശ്ചാത്തപിക്കുമെന്നും
മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. ദുബായ് വിമാനത്താവളത്തിന് നേർക്കുണ്ടായ ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് നിരവധി യാത്രക്കാരാണ് UAEയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ കുടുങ്ങിയവരിൽ ഇന്ത്യയിലെ പ്രശസ്ത വ്യക്തികളും കായിക താരം PV സിന്ധു ഉൾപ്പെടെയുള്ളവരാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുടുങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് സൊണാൽ ചൗഹാൻ. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത് ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ. വലിയ ആശങ്കയിലാണ് ഈ പ്രവാസ ലോകം. ഇറാൻ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചു UAE എന്നത് വ്യക്തം. അതുകൊണ്ടാണ് UAE ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്ത 137 മിസൈലുകളും 209 ഡ്രോണുകളും ലക്ഷ്യപ്രാപ്തിയിലെത്താതെ പോയത്. ഇറാൻ ഏറ്റവും വിനാശകരമായ ആക്രമണത്തിനൊരുങ്ങുന്നു എന്ന മുന്നറിയിപ്പിന് തൊട്ടുപിന്നാലെ തികഞ്ഞ ആശങ്കയിലും ജാഗ്രതയിലുമാണ് ഗൾഫ് മേഖല. ഖമനേയുടെ മരണം ഇറാനിൽ വ്യത്യസ്ത വികാരങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ജനങ്ങളുടെ ആഹ്ലാദ പ്രകടനം, മറുവശത്ത് ഖമനയെ അനുകൂലിക്കുന്നവരുടെ ദുഃഖം. ഇറാനിൽ മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ചില സ്ഥലങ്ങളിൽ ഖമനയെ വധിച്ചതറിഞ്ഞ് ജനങ്ങൾ തെരുവിലേക്കിറങ്ങി ആഘോഷിക്കുകയാണ്. ഫാസിസത്തിന് മരണമെന്നും ഷായ്ക്ക് ദീർഘായുസ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. രക്തദാഹിയായ സ്വേച്ഛാധിപതിയുടെ യുഗം അവസാനിച്ചു. ഇറാന്റെ 10,000-കണക്കിന് ധീരപുത്രന്മാരെയും പുത്രിമാരെയും കൊന്നൊടുക്കിയവനാണവൻ. ഈ മരണത്തോടെ ഫാസിസ്റ്റ് ഭരണകൂടം ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുമെന്ന് റിസ പഹ്ലവി പറയുന്നു. ഗൾഫ് മേഖലയിലെ അശാന്തി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി ഏറെ സൗഹൃദമുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതിരോധിക്കുകയാണ് ഇറാൻ ആക്രമണങ്ങളെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.